ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 26/10/2024 നടന്ന കേരള ബാങ്ക് ഓഫീസ് അറ്റൻഡന്റ് എക്സാമിനേഷന്റെ GK പാർട്ടാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം. ആൻസർ ഓപ്ഷൻ ഡി 1917. 2. ഗ്രാമീണ ചെണ്ടക്കാരൻ ആരുടെ ചിത്രമാണ്? ആൻസർ ഓപ്ഷൻ സി നന്ദലാൽ ബോസ്. 3. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ആൻസർ ഓപ്ഷൻ സി റൗലറ്റ് ആക്ട്. 4. ബംഗാൾ, ബീഹാർ, ഒറീസ എന്നീ പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ ഭൂനികുതി സമ്പ്രദായം ഏത്? ആൻസർ ഓപ്ഷൻ ബി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. 5. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ ആദ്യത്തെ ദേശീയ പ്രക്ഷോഭം ഏത്? ആൻസർ ഓപ്ഷൻ സി നിസ്സഹകരണ സമരം. 6. ക്യാപ്റ്റൻ ലക്ഷ്മിയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന സംഘടന? ആൻസർ ഓപ്ഷൻ ഡി ഇന്ത്യൻ നാഷണൽ ആർമി. 7. കുളച്ചൽ യുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? ആൻസർ ഓപ്ഷൻ ഡി മാർത്താണ്ഡവർമ്മ. 8. ബ്രിട്ടീഷുകാർക്കെതിരായ ചെറുത്തുനിൽപ്പിന് പഴശ്ശിരാജ നേതൃത്വം നൽകിയ സ്ഥലം? ആൻസർ ഓപ്ഷൻ സി മലബാർ. 9. വൈകുണ്ഠസ്വാമികൾ ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ഡി സമത്വ സമാജം. 10. വൈക്കം സത്യാഗ്രഹത്തിന് അനുഭാവം പ്രകടിപ്പിച്ച് സവർണജാഥ സംഘടിപ്പിച്ച നേതാവ് ആര്? ആൻസർ ഓപ്ഷൻ ബി മന്നത്ത് പത്മനാഭൻ. 11. ഏത് സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത്? ആൻസർ ഓപ്ഷൻ എ ശ്രീരംഗപട്ടണം സന്ധി. 12. രാജ്യസഭയുടെ അധ്യക്ഷൻ? ആൻസർ ഓപ്ഷൻ ബി ഉപരാഷ്ട്രപതി. 13. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര്? ആൻസർ ഓപ്ഷൻ ബി പാർലമെന്റ്. 14. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി? ആൻസർ ഓപ്ഷൻ സി 6 വർഷം. 15. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആര്? ആൻസർ ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 16. 2024 ഒളിമ്പിക്സ് നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ എ പാരീസ്. 17. ബ്രിട്ടീഷ് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? ആൻസർ ഓപ്ഷൻ ബി സോജൻ ജോസഫ്. 18. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിൽ നിർമ്മിച്ച വിവിധ ഇരുമ്പുരുക്ക് ശാലകൾ, സഹായം നൽകിയ രാജ്യങ്ങൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നു. ശരിയായ ജോഡികൾ ഏവ? ആൻസർ ഓപ്ഷൻ സി 1, 4. ദുർഗാപൂർ ബ്രിട്ടൻ, ഭിലായ് സോവിയറ്റ് യൂണിയൻ. 19. ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന് വഴിയൊരുക്കിയ ഘടകങ്ങളേവ? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, മെച്ചപ്പെട്ട ജലസേചന സൗകര്യം, കുറഞ്ഞ പലിശയുള്ള സാമ്പത്തിക സഹായം. 20. ഭക്ഷ്യ സ്വയം പര്യാപ്തത, സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത എന്നിവ പ്രധാന ലക്ഷ്യങ്ങളായിരുന്ന പഞ്ചവത്സര പദ്ധതി? ആൻസർ ഓപ്ഷൻ ബി 3ാം പഞ്ചവത്സര പദ്ധതി. 21. സ്വാതന്ത്ര്യാനന്തരം ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കുന്നതിന് രൂപീകരിച്ച സംസ്ഥാന പുനഃസംഘടന കമ്മീഷനിൽ അംഗമായിരുന്ന വ്യക്തി? ആൻസർ ഓപ്ഷൻ ഡി KM പണിക്കർ. 22. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ആരംഭിച്ചത് എവിടെ? ആൻസർ ഓപ്ഷൻ സി തുമ്പ. 23. 2024 G20 ഉച്ചകോടി നടക്കുന്ന രാജ്യം? ആൻസർ ഓപ്ഷൻ ബി ബ്രസീൽ. 24. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യ നേടിയ ആകെ മെഡലുകൾ? ആൻസർ ഓപ്ഷൻ ഡി 6. 25. ഹിമാലയൻ നദികളും അവയുടെ പോഷക നദികളും താഴെ തന്നിരിക്കുന്നു. അതിൽ ചേരാത്തത് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ സി ബ്രഹ്മപുത്ര, ഘാഘര. 26. ഉത്തര മഹാസമതലത്തിന്റെ പ്രാദേശിക വിഭാഗങ്ങളിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടതാണ് മരുസ്ഥലി ബാഗർ മേഖലകൾ? ആൻസർ ഓപ്ഷൻ എ രാജസ്ഥാൻ സമതലം. 27. ഇന്ത്യയുടെ പടിഞ്ഞാറേ തീരത്തുള്ള തുറമുഖങ്ങളെ മുകളിൽ നിന്നും താഴേക്ക് വടക്ക് തെക്ക് ശരിയായി ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ ഡി കണ്ട്ല, മുംബൈ, മർമഗോവ, മംഗലാപുരം. 28.
ഒരു ഉപദ്വീപീയ നദിയുടെ സവിശേഷതകൾ താഴെ പറയുന്നു. നദി ഏതാണെന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ മഹാനദി. ഞാൻ റായ്പൂരിലെ സിഹാവയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. എൻ്റെ കുറുകെയാണ് ഹിരാക്കുഡ് അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. ഞാൻ കിഴക്കോട്ടൊഴുകി ബംഗാൾ ഉൾക്കടലിൽ പതിക്കുന്ന നദിയാണ്. എൻ്റെ പോഷക നദികളാണ് ഇബ്, ടെൽ. ആരെക്കുറിച്ചാണത്? മഹാനദിയെക്കുറിച്ചാണ് പറയുന്നത്. 29. തന്നിരിക്കുന്ന ഇന്ത്യയുടെ തീരസമതലങ്ങളിൽ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ഭാഗമല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി കൊറമണ്ടൽ തീരസമതലം. 30. 2024 പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിൽ തെറ്റായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ എ നീരജ് ചോപ്ര വെങ്കല മെഡൽ ജാവലിൻ ത്രോ. 31. സമീപകാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രി നടത്തിയ ദ്വിരാഷ്ട്ര സന്ദർശനത്തിൽ ഉൾപ്പെട്ട രാജ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി പോളണ്ട്, ഉക്രൈൻ. അടുത്ത ക്വസ്റ്റ്യൻ 32. ഈ അടുത്ത കാലത്ത് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയ ഒരു പദ്ധതിയാണ് UPS. ഇത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി പുതിയ പെൻഷൻ പദ്ധതി. UPS എന്ന് പറഞ്ഞാൽ എന്താണ്? പുതിയ പെൻഷൻ പദ്ധതിയാണ്. 33. ആനന്ദ് ഏകർഷി ഈ സമീപകാലത്ത് വാർത്തയിൽ ഇടം നേടിയ വ്യക്തിയാണ്. എന്തുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ശ്രദ്ധേയനായത്? ആൻസർ ഓപ്ഷൻ സി മികച്ച തിരക്കഥാകൃത്തിനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം. 34. 2011 ജനസംഖ്യാ കണക്കെടുപ്പ് അനുസരിച്ച് കേരളത്തിലെ സ്ത്രീ പുരുഷ അനുപാതം. ആൻസർ ഓപ്ഷൻ ബി 1084. അടുത്ത ക്വസ്റ്റ്യൻ. തന്നിരിക്കുന്ന വനപ്രദേശങ്ങളിൽ അഗസ്ത്യമല ജൈവമണ്ഡല മേഖലയിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ മണ്ണാർ കാട്. 36. ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ഇടുക്കി. 37. താഴെ പറയുന്ന ജില്ലകളുടെ പൊതുവായ ഒരു സവിശേഷത എന്താണ്? വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. എന്താണ്? കടൽ തീരം തീരെയില്ലാത്ത ജില്ലകൾ. ഓപ്ഷൻ ബി കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ. കടൽ തീരം ഇല്ലാത്ത ജില്ലകളാണ് വയനാട്, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ 38. എന്താണ് ചന്ദ്രഗിരി പുഴയുടെ സവിശേഷത? അതിനകത്ത് ആൻസർ ഇല്ല. അടുത്ത ക്വസ്റ്റ്യൻ 39. കേരളത്തിലെ കായലുകളും ബന്ധപ്പെട്ട ജില്ലകളും തന്നിരിക്കുന്നു. ഇതിൽ ശരിയായത് കണ്ടെത്തി എഴുതുക. ആൻസർ ഓപ്ഷൻ ബി വെള്ളായണി തടാകം, തിരുവനന്തപുരം. വെള്ളായണി തടാകം, തിരുവനന്തപുരം. 40. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4 ശരി. ഇത് കാനഡ സർക്കാരിന്റെ സഹായത്താൽ നിർമ്മിച്ചതാണ്. കുളമാവ് അണക്കെട്ട്, ചെറുതോണി അണക്കെട്ട്, ഇടുക്കി ആർച്ച് ഡാം എന്നിവ ഇതിന്റെ ഭാഗമാണ്. വൈദ്യുതി ഉണ്ടാക്കിയതിനു ശേഷം പവർ സ്റ്റേഷനിൽ നിന്നും ജലം തൊടുപുഴ ആറിൽ എത്തിച്ചേരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ 41. സൂചനകളുടെ അടിസ്ഥാനത്തിൽ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ എ ചിന്നാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം. പശ്ചിമഘട്ടത്തിന്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന ഭീമൻ അണ്ണാനുകൾക്ക് ഇവിടം പ്രശസ്തമാണ്. 1984 ഇത് ആരംഭിച്ചു. പ്രദേശത്തിന്റെ ഭൂരിഭാഗവും പുൽമേടുകളാൽ മൂടപ്പെട്ടിരിക്കുന്നു. 42. കേരളത്തിൽ ഏറ്റവും കൂടുതലും കുറവും മുനിസിപ്പാലിറ്റികൾ ഉള്ള ജില്ലകളുടെ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി എറണാകുളം, ഇടുക്കി. ഏറ്റവും കൂടുതൽ എറണാകുളം, ഏറ്റവും കുറവ് ഇടുക്കി. അടുത്തത് 43. കേരളത്തിൽ നിന്നും എത്ര കായിക താരങ്ങളാണ് ഈ തവണത്തെ പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്? ആൻസർ ഓപ്ഷൻ ബി 7. 44. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയായ ഗഗൻയാൻ പദ്ധതിയെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ആൾ ഓഫ് ദി എബോവ്. ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പദ്ധതിയാണ് ഗഗൻയാൻ. മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ പദ്ധതിയുടെ ഗ്രൂപ്പ് ക്യാപ്റ്റനാണ്. 2018 പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പദ്ധതി പ്രഖ്യാപിച്ചത്.
ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ, ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കദ് പ്രതാപ്, വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരാണ് മറ്റ് സഞ്ചാരികൾ. 45. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം. ആൻസർ ഓപ്ഷൻ ഡി, മിന്നുമണി. 46. കേരളത്തിൽ ആദ്യമായി ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസർ ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ബി കൈരളി. 47. യുനെസ്കോയുടെ സാഹിത്യ നഗരം പദവി ലഭിച്ച ആദ്യ ഇന്ത്യൻ നഗരം. ആൻസർ ഓപ്ഷൻ ഡി, കോഴിക്കോട്. 48. ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ട നിയമമാണ് ഡക്വർത്ത് ലൂയിസ് മഴ നിയമം? ആൻസർ ഓപ്ഷൻ എ, ക്രിക്കറ്റ്. 49. വിദ്യാർത്ഥികൾക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ്സുകളിലെ GPS അധിഷ്ഠിത മൊബൈൽ ആപ്ലിക്കേഷൻ ഏത്? ആൻസർ ഓപ്ഷൻ സി, വിദ്യാവാഹിനി ആപ്പ്. 50. തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന മണ്ണ് മ്യൂസിയത്തെ സംബന്ധിച്ച് താഴെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ. 1, 3, 4. ലോകത്തിലെ ഏറ്റവും വലിയ മണ്ണ് മ്യൂസിയമാണിത്. കേരള ഗവൺമെന്റിന്റെ സോയിൽ സർവേ ആൻഡ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ് ഈ മ്യൂസിയം സ്ഥാപിച്ചത്. 2014 ജനുവരി 1 ഉദ്ഘാടനം ചെയ്തു. അടുത്തത് 51. കേരളത്തിലെ ഭിന്നശേഷിക്കാർക്ക് ഏകീകൃതമായ തിരിച്ചറിയൽ രേഖ ഉണ്ടാക്കുന്നതിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന പ്രചരണ പരിപാടി ഏതു പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ എ, തന്മുദ്ര. അടുത്തത് 52. സത്യം ശിവം സുന്ദരം എന്നത് ഏത് സ്ഥാപനത്തിന്റെ ആപ്ത വാക്യമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദൂരദർശൻ. 53. ജനന സമയത്ത് മനുഷ്യ ശരീരത്തിൽ 300 എല്ലുകൾ ഉണ്ടെങ്കിലും ഇവ പലതും തമ്മിൽ യോജിച്ച് പ്രായപൂർത്തിയാകുമ്പോൾ ആകെ എല്ലുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകും. ഈ പ്രസ്താവനയുടെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ജോഡി കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി, 300 206 ആയിട്ട് മാറും. 54. മോണയ്ക്ക് ആരോഗ്യക്കുറവുള്ള ഒരാൾ ചുവടെ നൽകിയിരിക്കുന്ന ഭക്ഷണ ഇനങ്ങളിൽ ഏതെല്ലാമാണ് ഉപയോഗിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ എ, 1, 3 ഇനങ്ങൾ. നെല്ലിക്ക, മുരിങ്ങയില. അടുത്തത് 55. വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. ആൻസർ ഓപ്ഷൻ സി, തെങ്ങ്. ചന്ദ്രശേഖര എന്ന് പറയുന്നത് തെങ്ങാണ്. ലോല, പയർ, ഹ്രസ്വ, നെല്ല്, സൽകീർത്തി, വെണ്ട. ചന്ദ്രശേഖര എന്ന് പറയുന്നത് തെങ്ങാണ്. 56. ചിത്രത്തിൽ നിന്നും കടലിലെ മഴക്കാടുകൾ എന്നറിയപ്പെടുന്നത് ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി, 1 മാത്രം. പവിഴപ്പുറ്റുകൾ ആണ് ശരി. അടുത്തത് 57. വംശനാശ ഭീഷണി നേരിടുന്ന അങ്ങാടി കുരുവികൾക്കായി വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്ത്? ആൻസർ ഓപ്ഷൻ എ, കുരുവിക്കൊരു കൂട്. 58. കേരള സർവകലാശാല ഈ അടുത്ത കാലത്ത് വികസിപ്പിച്ചെടുത്ത അത്യുൽപാദന ശേഷിയുള്ള പാവൽ ഇനം ഏത്? ആൻസർ ഓപ്ഷൻ ബി, പ്രിയങ്ക. 59. ചുവടെ നൽകിയിരിക്കുന്നതിൽ നിന്നും ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ സലീം അലി പ്രശസ്ത പക്ഷി നിരീക്ഷകനാണ്. 60. തന്നിരിക്കുന്ന മൂലകങ്ങളിൽ ഒന്നിന്റെ നാമകരണം നിറത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഏതാണ് ആ മൂലകം? ആൻസർ ഓപ്ഷൻ ഡി, ക്രോമിയം. 61. സിങ്കിന്റെ അയിരേത്? ആൻസർ ഓപ്ഷൻ സി, കലാമിൻ. 62. മാർബിളിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? ആൻസർ ഓപ്ഷൻ ബി, കാൽഷ്യം. അടുത്തത് 63. ചില ശുദ്ധപദാർത്ഥങ്ങൾ ചുവടെ നൽകിയിരിക്കുന്നു. കാർബൺ ഡൈ ഓക്സൈഡ്, നൈട്രജൻ, ജലം, പഞ്ചസാര. ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, നൈട്രജൻ. 64. ജലം നിറച്ച ഒരു ബീക്കറിലേക്ക് ഒരു പെൻസിൽ ചരിച്ച് ഇറക്കി വെച്ച് നിരീക്ഷിച്ചപ്പോൾ
അത് വളഞ്ഞിരിക്കുന്നതായി തോന്നുന്നു. കാരണം എന്ത്? ആൻസർ ഓപ്ഷൻ എ അപവർത്തനം. 65 ബംഗ്ലാദേശിൽ ഇടക്കാല സർക്കാരിന്റെ തലവനായ നോബൽ സമ്മാന നേതാവ്. ആൻസർ ഓപ്ഷൻ ഡി മുഹമ്മദ് യൂനസ്. 66 ഖാദർ കമ്മിറ്റി എന്തിനെക്കുറിച്ച് പഠിച്ചാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ ബി സ്കൂൾ വിദ്യാഭ്യാസം. അടുത്തത് 67 മലമ്പനി പകർത്തുന്ന വാഹക ജീവി ഏത്? ആൻസർ ഓപ്ഷൻ എ അനോഫിലസ് കൊതുക്. അനോഫിലസ് കൊതുകാണ് മലമ്പനി പരത്തുന്നത്. 68 താഴെ കൊടുത്തിരിക്കുന്നവയിൽ വൈറസ് രോഗം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ബി ഡിഫ്തീരിയ. 69 എയ്ഡ്സുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ആൻസർ ഓപ്ഷൻ എ 1, 2 ശരി. എയ്ഡ്സ് ബാധിതരിൽ ലിംഫോസൈറ്റുകളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞ് ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷി തകരാറിലാക്കുന്നു. HIV ബാധിച്ച അമ്മയിൽ നിന്നും ഗർഭസ്ഥ ശിശുവിലേക്ക് രോഗം പകരുന്നു. 70 ശരീരനിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ആഹാര ഘടകം ഏത്? ആൻസർ ഓപ്ഷൻ ഡി മാംസ്യം. 71 ജീവകങ്ങളും അപര്യാപ്തത രോഗങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി വിറ്റാമിൻ സി സ്കർവി. വിറ്റാമിൻ സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. 72 2024 ലോകാരോഗ്യ ദിന പ്രമേയം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്തത് 73 മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടുന്ന രോഗാവസ്ഥ ഏത്? ആൻസർ ഓപ്ഷൻ ബി പക്ഷാഘാതം. 74 താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രമേഹത്തിന്റെ ലക്ഷണങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരി. ഇതൊക്കെയാണ് വർദ്ധിച്ച വിശപ്പും ദാഹവും, കൂടെയുള്ള മൂത്രമൊഴിക്കൽ, ക്ഷീണം, മങ്ങിയ കാഴ്ച. അടുത്തത് 75 അടിസ്ഥാന സൗകര്യങ്ങളും സേവനങ്ങളും മെച്ചപ്പെടുത്തുന്നതിലൂടെ സർക്കാർ ആശുപത്രികളെ രോഗീ സൗഹൃദമാക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപകൽപ്പന ചെയ്ത ദൗത്യം ഏത്? ആൻസർ ഓപ്ഷൻ ബി ആർദ്രം മിഷൻ. 76 മാനസിക രോഗം ഭേദമായിട്ടും ആരും ശുശ്രൂഷിക്കാൻ ഇല്ലാതെ നിരാലംബരായി കഴിയുന്നവർക്കുള്ള കേരള സർക്കാർ സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ സി ആശാഭവൻ. 77 കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആര്? ആൻസർ ഓപ്ഷൻ ഡി ജഗത് പ്രകാശ് നന്ദ. 78 കാസനൂർ ഫോറസ്റ്റ് ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി കുരങ്ങുപനി. 79 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയതാര്? ആൻസർ ഓപ്ഷൻ എ കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. ആരൊക്കെയാണ് 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം നേടിയത്? കാറ്റലിൻ കാരിക്കോ ഡ്രൂ വെയ്സ്മാൻ. 80 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഏത്? ആൻസർ ഓപ്ഷൻ ഡി ഹാവിഷൂർ. ഹാവിഷൂർ ആണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ GK പാർട്ട്.